മുരളീധരൻ വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ ഏതെങ്കിലും ഒരു വകുപ്പ് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. മറ്റു വകുപ്പുകളെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാത്ത സമയത്ത് എന്തിനാണ് ഷാജി കയറി വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ചർച്ച ഉയർത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ആരോപണം. മാത്യു കുഴൽനാടൻ മന്ത്രിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ചിലപ്പോൾ സ്പോർട്സ്, അതുപോലെ തന്നെ യുവജനക്ഷേമം, ഇത്തരം വകുപ്പുകളായിരിക്കും അദ്ദേഹം മന്ത്രിയാവാനുള്ള സാധ്യത എന്നാണ് കേൾക്കുന്ന വിവരങ്ങൾ. ആരോഗ്യവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ലീഗിന് അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവർക്ക് മിക്കവാറും പൊതുമരാമത്ത് അതുപോലെ വകുപ്പുകൾ കൊടുത്ത് പ്രശ്നം സെറ്റിൽ ചെയ്യാനാണ് സാധ്യത. രാജേഷ് നമസ്കാരം. രാജേഷ്, ഈ കോൺഗ്രസിനകത്ത് വലിയ തമ്മിൽത്തല്ല് അല്ലെങ്കിൽ UDF-നകത്ത് തമ്മിൽത്തല്ലെന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ലഹളയൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്തും ഈ മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. KPCC ഓഫീസൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ചുള്ള കണക്കെടുപ്പുകളൊക്കെ ഇന്ന് തുടങ്ങി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണം സുഗമമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബുധനാഴ്ചയെങ്കിലും ഒരു മന്ത്രിസഭാ യോഗം ചേർന്നില്ലെങ്കിൽ അതൊരു വലിയ നാണക്കേടാണ് UDF-ന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം പൊതുവായിട്ട് ഉയർന്നു വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകളാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന ഒരു വാദമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നും അതോടൊപ്പം തന്നെ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് ഇടയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ K മുരളീധരൻ്റെ പേരാണ് വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിട്ട്. ശ്രീ K കരുണാകരൻ്റെ മകൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ഒരുപക്ഷെ ഒരു DIC രൂപീകരണമോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരു വൈദ്യുതി മന്ത്രിയാകാനോ അദ്ദേഹം പോകാതിരുന്നിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. മുഖ്യമന്ത്രിയായിട്ട് ശ്രീ K മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ K മുരളീധരൻ്റെ പേരാണ് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് പറഞ്ഞു കേൾക്കുന്നത്. മറ്റ് മന്ത്രിമാരെ സംബന്ധിച്ചിട്ടും വിശദമായ ഡാറ്റ നമ്മളുടെ അടുത്ത് ലഭ്യമാണ്. അപ്പോൾ എന്ത് തോന്നുന്നു രാജേട്ടാ? അല്ല, വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ പലതവണ ചർച്ച ചെയ്തൊരു വിഷയമാണ്. വിദ്യാഭ്യാസ വകുപ്പ് മുരളിയെ പോലെ തന്നെയുള്ള ഏതെങ്കിലും നല്ല ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ് തന്നെ ഏറ്റെടുക്കുന്നതാണ് നല്ലതെന്നുള്ള ചർച്ച കോൺഗ്രസിൽ വളരെ സജീവമാണ്. മുരളീധരൻ വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ ഏതെങ്കിലും ഒരു വകുപ്പ് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. അതുപോലെ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ വരുമെന്നും ഷാനിമോൾ ഉസ്മാൻ ആയിരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള ചർച്ചകളും വളരെ സജീവമാണ്. അപ്പോൾ ലീഗ് വിദ്യാഭ്യാസവും ആരോഗ്യവകുപ്പും വേണം എന്നുള്ള രീതിയിൽ ചില ചർച്ചകൾ ഉയർത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഷാജിയുടെ പ്രസ്താവന വലിയ രീതിയിൽ UDF-നകത്ത് ചർച്ചയായിട്ടുണ്ട്. ലീഗിനകത്തും അത് വലിയ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റു വകുപ്പുകളെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാത്ത സമയത്ത് എന്തിനാണ് ഷാജി കയറി വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ചർച്ച ഉയർത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ആരോപണം. ഇപ്പം മാത്യു കുഴൽനാടൻ ഒരു വലിയ അഭിപ്രായം പറഞ്ഞപ്പെട്ടിരിക്കുകയാണ്. കാരണം മാത്യു കുഴൽനാടൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സ്ഥലത്ത് ലീഗിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, അത് അവരുടെ പാർട്ടിയിലുള്ള കാര്യം ഞങ്ങളും ശ്രദ്ധിക്കാറില്ല എന്നാണ്. പക്ഷെ ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത്. അല്പന ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കുടപിടിക്കുന്ന പോലെയാണ് മാത്യു കുഴൽനാടൻ്റെ പ്രതികരണം എന്നൊക്കെയാണ്. കാരണം 3-4 ദിവസം കഴിഞ്ഞാൽ അടുത്ത ബുധനാഴ്ച ഒരുമിച്ച് ക്യാബിനറ്റിൽ ഇരിക്കേണ്ടവരെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരുമിച്ച് ഒറ്റ മുന്നണിയിൽ നിൽക്കുന്ന ലീഗിനിപ്പോൾ ആര് കുറ്റം പറഞ്ഞാലും ലീഗാണ് യഥാർത്ഥത്തിൽ UDF-ന്റെ നെടുന്തൂൺ എന്നുള്ള എല്ലാവർക്കും അറിയാം. ലീഗിൻ്റെ ഏറ്റവും കൃത്യമായ സംഘടനാപരമായ സെറ്റപ്പൊക്കെ വളരെ ശക്തമായതുകൊണ്ടാണ് മലപ്പുറത്തും കോഴിക്കോടൊക്കെ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയത്. UDF-ന് വലിയ വിജയം നേടാൻ കഴിഞ്ഞതെന്ന് നമുക്കറിയാം. അത് കോൺഗ്രസ്സുകാരും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഭരണമുന്നണിയിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞതെന്നുള്ളതാണ് മാത്യു കുഴൽനാടിനെതിരെയുള്ള ആരോപണം. മാത്യു കുഴൽനാടൻ മന്ത്രിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ചിലപ്പോൾ സ്പോർട്സ്, അതുപോലെ തന്നെ യുവജനക്ഷേമം, ഇത്തരം വകുപ്പുകളായിരിക്കും അദ്ദേഹം മന്ത്രിയാവാനുള്ള സാധ്യത എന്നാണ് കേൾക്കുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ ചിലപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് ലിജു വന്നേക്കാം എന്നുള്ള ലിജു വന്നേക്കാം എന്ന് പറയുന്നു. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തത് ഇത്തവണ ലിജുവിലേക്ക് എത്താനാണുള്ള സാധ്യത. അപ്പോൾ എറണാകുളത്ത് നിന്ന് 2 മന്ത്രിമാർ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. മുഹമ്മദ് ഷിയാസിന് വേണ്ടിയിട്ടും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചിലപ്പം
എറണാകുളത്ത് നിന്നുള്ള ഒരാൾ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. സേനാപതി വേണുവും വലിയ രീതിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എം എം മാണിയോടുള്ള ഒരു വാശി കൂടിയാണ് അദ്ദേഹത്തിന് സേനാപതിയുടെ. അതുപോലെ പഴകുളം മധുവാണ് മറ്റൊരു മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹവും വൈദ്യുതി വകുപ്പിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പോരാടുന്നത്. അപ്പോൾ വൈദ്യുതി വകുപ്പ് നല്ല കറവ പശുവാണെന്ന് കൃത്യമായി അറിയാവുന്ന നേതാക്കന്മാർ വൈദ്യുതി വകുപ്പിന് വേണ്ടിയിട്ട് അതിനകത്ത് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ചില ഇടപാടുകളുണ്ട്. അതിനകത്ത് സർക്കാരിന് നഷ്ടം വരുന്നില്ല, നഷ്ടം സർക്കാരിന് തന്നെയാണ്. പക്ഷെ എങ്കിൽ തന്നെയും അതിനകത്ത് കിട്ടുന്ന ഒരു രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ വലിയ തുകയാണ് കിട്ടുന്നത്. അതെ പലതുള്ളി പൊറിവെള്ളം മാത്രമല്ല ഈ എപ്പോഴും മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ട് വലിയ എല്ലാ കാലത്തും വർക്കുകൾ പല തരത്തിലുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ് കൂടിയാണിത്. അത് മാത്രമല്ല കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഈ ഏറ്റവും അവസാന ഘട്ടത്തിലൊക്കെ വലിയ വിവാദങ്ങൾക്കൊക്കെ കാരണമായ ഒരു വകുപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ ജലസേചന വകുപ്പ് കേരള കോൺഗ്രസ് ചോദിക്കും എന്നുള്ള നിലയിലാണ്. അതുപോലെ തന്നെ റവന്യൂവും കേരള കോൺഗ്രസ് അവർ ചോദിക്കും എന്നുള്ള. അടുത്ത റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കും മോൻസ് ജോസഫ്. മോൻസ് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. പൊതുമരാമത്തിനും വേണ്ടിയും അവർ വലിയ രീതിയിലുള്ള, കാരണം നേരത്തെ പൊതുമരാമത്ത് മുസ്ലിം ലീഗ് കൊണ്ടുവന്നു. പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടിയിട്ട് ഈ ജോസഫ് ഗ്രൂപ്പ് ആവശ്യം ഉന്നയിച്ചേക്കും എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആരോഗ്യവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ലീഗിന് അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവർക്ക് മിക്കവാറും പൊതുമരാമത്ത് അതുപോലെ വകുപ്പുകൾ കൊടുത്ത് പ്രശ്നം സെറ്റിൽ ചെയ്യാനാണ് സാധ്യത. പൊതുമരാമത്തും വ്യവസായം അവർക്ക് കൊടുക്കും. വ്യവസായം തീർച്ചയായും അവർക്ക് തന്നെയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ ഇ അഹമ്മദ് തൊട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പാണ് UDF അധികാരം. CP ജോണിന് ഏത് വകുപ്പായിരിക്കും? ഫിഷറീസും ഗ്രാമവികസനമാണ് ചർച്ചയിലുള്ളത്. കാരണം അദ്ദേഹത്തിന് ഈ തീരദേശവുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങൾ കൂടി സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുത്തേക്കുമെന്നാണ്, ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്തേക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ജോണേട്ടൻ കുറച്ചും കൂടി നല്ല വകുപ്പിലൊക്കെ വരേണ്ടതാണ്. കാരണം അദ്ദേഹം നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഏത് വകുപ്പായാലും നല്ല വൃത്തിയിൽ കൈകാര്യം. കഴിഞ്ഞ ദിവസം ഈ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ആവശ്യം കൂടെ വരുന്നുണ്ട്, കൃഷി വകുപ്പ് കിട്ടണമെന്ന്. കൃഷി വകുപ്പിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നാണ് അപ്പു ജോൺ ജോസഫ് പറയുന്നത്. പക്ഷേ മന്ത്രിസഭയിലേക്ക് അപ്പു ജോൺ ജോസഫ് വരുവാണെങ്കിൽ കൃഷി വകുപ്പ് മന്ത്രി ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അപ്പൻ വലിയ കൃഷിക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പരിഗണിച്ചുകൂടായില്ല. പക്ഷേ ഇപ്പം കിട്ടുന്ന ഒരു വെച്ചിട്ട് ഒരു മന്ത്രി മാത്രമേ കേരള കോൺഗ്രസിന് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അവർക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉണ്ട്. അല്ല, അവകാശമൊക്കെ ഉണ്ട്, ശരിയാണ്. അവർക്ക് കൊടുക്കാതിരിക്കാനും കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ തൽക്കാലം അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും അതുപോലെ തന്നെ ഈ ഒരു വകുപ്പ് മന്ത്രി, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ മാണി സി കാപ്പൻ ഇപ്പോൾ ശ്രമിക്കുന്നത് സാംസ്കാരിക വകുപ്പ് ഒക്കെയാണ്, സാംസ്കാരികവും സിനിമയും. കാരണം അദ്ദേഹം ദീർഘകാലം സിനിമ നിർമ്മിച്ച ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിലും സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമാ വകുപ്പിനും സാംസ്കാരികവും ഒക്കെ പുള്ളി വേണം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം മാണി സി കാപ്പൻ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭാഗത്ത് എന്തെങ്കിലും ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല, ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല, അങ്ങനത്തെ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കുന്നത് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അത് UDF തീരുമാനിക്കട്ടെ. പക്വമായിട്ടുള്ളൊരു മറുപടിയാണ് പത്രക്കാർക്ക് കൊടുത്തത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റക്കക്ഷിയാണ് അദ്ദേഹം എന്നുള്ളത്. KK രമ, അതുപോലെ തന്നെ ഈ മാണി സി കാപ്പൻ, CP ജോൺ, ഇവരൊക്കെ ഒറ്റക്കക്ഷികളാണ്. അതുകൊണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ ടേം വ്യവസ്ഥയിൽ ആണോ വരാൻ പോകുന്നത് നമുക്കറിയില്ല. നേരത്തെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആദ്യ ടൈമിൽ തന്നെ മന്ത്രിസ്ഥാനം കിട്ടേണ്ട ഒരാളാണ് മാണി സി കാപ്പൻ. അല്ല, തീർച്ചയായും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ട ആളൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ LDFൽ നിന്ന് വളരെ ഒരു മോശപ്പെട്ട എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ മന്ത്രിയൊക്കെ ആവേണ്ടിയിരുന്ന ആളാണ്. അല്ലെങ്കിൽ 2019 തന്നെ ഒരുപക്ഷെ മന്ത്രിയായിട്ട് അത് അന്ന് NCPയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടാതിരിക്കുകയും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അവർ സീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതും ജയിച്ചു വന്ന് അദ്ദേഹം തീർച്ചയായും ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ പാലായിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം LDFന്റെ ഭാഗമായിട്ടാണ് ജയിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അവിടെ മന്ത്രിയാവാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിന്റെ ഒരു ജീവിത അഭിലാഷമാണ്, ഇനി മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇനി ആദ്യ ടൈമിൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതാണ്. പക്ഷേ ടേം വ്യവസ്ഥ ഇപ്പം അംഗീകരിക്കുമോ എന്നുള്ള അറിയില്ല. പക്ഷേ എങ്കിൽ പോലും 12 മന്ത്രിമാർ അതിനൊക്കെ സമ്മതിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണെന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാവും. കാരണം വലിയൊരു കടുംപിടുത്തത്തിനോ ബലംപിടുത്തത്തിനോ നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ. അപ്പം അങ്ങനെയാണെങ്കിൽ KK രമയും അതുപോലെ തന്നെ ഇവരും തമ്മിലുള്ള ഒരു 2.5 വർഷം വെച്ച് മാറലായിരിക്കും നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത. കാരണം എന്ന് പറഞ്ഞാൽ ലീഗ് ഇപ്പം 4 മന്ത്രിസ്ഥാനം ലീഗിന് പോകുന്നു. അതുപോലെ 4 പോരാ, അവർ 5 വേണം എന്ന് പറഞ്ഞ വാശിയിലാണ്. ചിലപ്പം 5 മന്ത്രിമാരൊക്കെ കൊടുക്കേണ്ടി വരും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ 12 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസിൽ നിന്നുണ്ടാവുക. അത് കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ 21 മന്ത്രിമാരാണ് ഉള്ളത്. ഈ അനൂപ് ജേക്കബിനായിരിക്കും അനൂപ് ജേക്കബ് മറ്റേ ഇതാണ്, നേരത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആയിരുന്നു നേരത്തെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഇത്തവണയും അത് തന്നെ ചോദിക്കാൻ കുറെ പയറും കടലൊക്കെ വിൽക്കും, പരിപ്പും. അപ്പോൾ എന്തായാലും ആ വകുപ്പ് തന്നെ ചോദിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹം നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പ് എന്നുള്ള നിലയിലുള്ള എക്സ്പീരിയൻസ് വെച്ചാൽ ആ വകുപ്പ് തന്നെ കൊണ്ടുപോകാനായിരിക്കും പുള്ളിക്കും കുറച്ചുകൂടി താല്പര്യം. അതുകൊണ്ട് ഈ എക്സൈസ് വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് എന്നുള്ളതുകൊണ്ടും ഈ ചില നിലപാടുകളുണ്ട്. അതായത് പാലക്കാട് ബ്രൂവറിയായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതുമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അങ്ങനെ എക്സൈസ് നേരത്തെ LDF ഒരു മദ്യനയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുതിയ ആരായാലും UDF നിന്ന് മന്ത്രിയാവുന്ന ആരായാലും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത എല്ലാ ആളുകളും പ്രതിസന്ധിയിലൊക്കെ പോയി പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാജേഷ് തുടങ്ങിയ ഈ ബ്രൂവറിയും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ബാറുകളുടെ ടൈം കൂട്ടിയത് കുറയ്ക്കും എന്നുള്ളതാണ് പല സ്ഥലത്തു നിന്നായി കിട്ടുന്ന വിവരം. നേരത്തെ സമയത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പം കൈകൊള്ളുന്ന വകുപ്പുകളൊക്കെ കൃത്യമായി അത് ഘടകകക്ഷികൾക്കൊന്നും കൊടുക്കാതെ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുകയും അത് വളരെ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രമേശിനെതിരാണെങ്കിലും കറക്റ്റ്. അതെ, കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് ധനകാര്യം. കാരണം കേരളം ഏറ്റവും പാപ്പരായി നിൽക്കുന്ന ഒരു സമയമാണ്. ധനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അറിയേണ്ടത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ KSRTCയിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് KSRTC. അപ്പോൾ ആ പ്രശ്നത്തെയൊക്കെ പരിഹരിച്ച് ട്രാൻസ്പോർട്ട് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് CR മഹേഷ് എന്ന് പറയുന്നത്. CR മഹേഷ് അല്ലെങ്കിൽ PC വിഷ്ണുനാഥ്. അങ്ങനെ PC വിഷ്ണുനാഥിനെയൊക്കെ സംബന്ധിച്ചിട്ട് നമ്മളെ അറിയാൻ സാധിക്കുന്ന ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ റിസർച്ച് ഒന്നും പോരാണ്ട് വരും. KSRTC 60 കോടി രൂപ ആവശ്യമായിട്ട് വരുന്നു ആണ് പറയുന്നത്. വലിയ വെള്ളാനയാണ്. കാരണം 22 ലക്ഷത്തോളം യാത്രക്കാർ പ്രതിദിനം ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഒരു 10 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളാണ്. അതായത് വരുമാനത്തിന് പകുതിയായിട്ടുള്ള ഒരു കുറവ് വരും. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് വലിയ വെല്ലുവിളി തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വകുപ്പ് എന്ന് പറഞ്ഞാൽ വനം വകുപ്പാണ്. കാരണം വനം വകുപ്പ് ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് ഈ AK ശശീന്ദ്രൻ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വനം വകുപ്പിൽ യാതൊരു നിലപാടും ഇല്ല. വനം വകുപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കും. അല്ല, കേരള കോൺഗ്രസിന് ഒരു മന്ത്രിയാവും. അപ്പോൾ അവരെന്തായാലും വനം വകുപ്പ് മേടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2 മന്ത്രിസ്ഥാനം കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ വനം വകുപ്പാണ് അവർക്ക് ഏറ്റവും. കാരണം വെച്ചാൽ ഈ മറ്റേ മലയോര കർഷകരൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ. കോൺഗ്രസ് അധികാരത്തിൽ വന്ന കാലത്തൊക്കെ വനം വകുപ്പ് ആകെ ഗണേശന് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് ഒരിക്കലും വനം വകുപ്പ് വിട്ടുകൊടുക്കാൻ നല്ല വകുപ്പാണത്. നല്ല വകുപ്പാണ്. ഇഷ്ടം പോലെ മരം വെട്ടാൻ പറ്റും. അതുകൊണ്ട് ഈ എങ്ങനെ നശിപ്പിക്കാതിനെ കുറിച്ച് മാത്രമല്ല ആലോചിക്കേണ്ടത്. അല്ല, ഇത് സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മനസ്സിലാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് UDFന്റെ മറ്റൊരു ഏറ്റവും വലിയൊരു വരുമാന മാർഗമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോളാർ പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃഷി തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അല്ല, ഇപ്പോൾ ഈ നേരത്തെ തന്നെ അട്ടപ്പാടിയിലൊക്കെ അത്തരത്തിലുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാസർഗോഡൊക്കെ വലിയ ഇത്തരത്തിലുള്ള സോളാർ പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ വൈദ്യുതി ക്ഷാമം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം ഇത്രയേറെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇല്ല. പക്ഷെ കേരളത്തിൽ നമുക്കറിയാമല്ലോ, കാറ്റാടി യന്ത്രം കൊണ്ടാണ് തമിഴ്നാട്ടിൽ എവിടെ പോയാലും കാറ്റാടി യന്ത്രം ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ സംബന്ധിച്ചിട്ട് ചില യൂണിവേഴ്സിറ്റി റിസർച്ചേഴ്സ് ഒക്കെ കൂടി റിസർച്ച് നടത്തിയിട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ പദ്ധതി വരും. അത് UDFന്റെ പദ്ധതിയായിട്ട് തന്നെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഇത് കേരളത്തിൽ ഒരുപാട് പ്ലാന്റേഷൻസ് ഉണ്ട്, ഇതൊക്കെ നഷ്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റേഷൻസിലെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കൃഷി അങ്ങനെ പൂർണ്ണമായും അത് തൊഴിലാളികളെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ചില പത്രത്തിലെ പക്ഷെ അതിൽ തന്നെ സ്ഥാപിക്കാൻ പറ്റുന്ന. ഇപ്പൊ ഈ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് എണ്ണപ്പനത്തോട്ടുണ്ട്, ഹെക്ടർ കണക്കിന്. നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ നമ്മളുടെ നെടുമ്പാശ്ശേരിയിൽ അവര് വൈദ്യുതി പുറത്ത് അവിടുത്തെ ഉപയോഗം കഴിഞ്ഞ പകൽ സമയത്ത് കൊടുക്കുന്നുണ്ട്, ഗ്രിഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ ആലോചിക്കേണ്ട കാര്യം അതായത് വൈദ്യുതി വകുപ്പ് ഏറ്റവും നല്ല ധാരണയുള്ള ആൾ തന്നെ ആ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് പറയാനുള്ള കാരണം
ഒരുപാട് ആളുകൾ ഇത് സ്ഥാപിക്കാൻ റെഡിയാണ്, സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ റെഡിയാണ്, പുരപ്പുറത്ത് എല്ലാവരും റെഡിയാണ്, പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പൈസ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതല്ലാതെ അവർക്ക് കുറച്ചും കൂടി ഇളവുകളൊക്കെ കൊടുക്കുകയും നല്ല പൈസയൊക്കെ കൊടുത്ത് വൈദ്യുതി വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ ആളുകളെല്ലാം ഇതിലേക്ക് വരും. പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇപ്പോൾ വനിതാ സംരംഭകർ ഒരുപാട് പേര് മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു വനിതാ സംരംഭക വന്നതിന്റെ ആ ഒരു രീതിയിലേക്കൊന്നും ഒരു മന്ത്രിമാരും പോകാതിരിക്കട്ടെ. അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതൊക്കെ ചില എന്താ പറയേണ്ടത് ചില നോട്ടപ്പിശകൾ കൊണ്ട് സംഭവിച്ചാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും അത്തരം സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. എന്തായാലും കോൺഗ്രസിന്റെ നല്ലൊരു മിനിസ്ട്രി ആയിരിക്കും ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രത്യാശ. നല്ല രീതിയിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മന്ത്രിമാരുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മിനിസ്ട്രിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരേണ്ടതുണ്ട് എന്നുകൂടി പറയാം.